ഹലോ, നമ്മൾ പിന്നെയും കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ക്ഷമിക്കണം, കുറേ കാലം എടുത്തത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇത് കുറേ നാൾ മുമ്പ് തന്നെ വീഡിയോ എടുക്കാൻ വെച്ചിരുന്നു. അതായത് ഞാനൊരു ജനുവരി ആ ഒരു മാസമായപ്പോഴത്തേക്കും ഞാൻ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പക്ഷേ പകുതി വീഡിയോ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ പി സിക്ക് ചെറിയ പ്രശ്നം പറ്റി. പോരാത്തതിന് അത് മാത്രമല്ല, നമ്മുടെ എന്താ പറയുക, ആ പി സി ശരിയാക്കിയെങ്കിലും നമുക്ക് പിന്നെ എക്സാം വന്നു. അപ്പോൾ മൊത്തത്തിൽ അതിനൊന്നും ഫോക്കസ് കിട്ടിയില്ല. അപ്പോൾ സമയം കുറേ ആയി. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയത്, ഇത്രയും വൈകിയത്. അപ്പോൾ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് പകുതി എടുത്തതെന്ന് വെച്ചാൽ, ഞാനൊരു മോക്ക് ഫാം ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചുകൂടി ഉണ്ട്. ചെറിയൊരു ഫൈനൽ ടച്ചും കൂടി ചെയ്യാനുണ്ട്. നമ്മളപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അങ്ങ് ശരിയായില്ല. ഞാൻ ബാക്കി ചെയ്യാൻ നേരത്തേക്കും പി സിക്ക് ചെറിയ പ്രോബ്ലം പറ്റി. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ മോബ് ഫാം ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഒരു സോംബി സ്പോണർ ഫാം ഉണ്ടാക്കിയിരുന്നു. നമ്മളിത് അതിന് പക്ഷെ അത് വെച്ച് ഒരു ഉപകാരമില്ല. കാരണം അതിന് എക്സ് പി മാത്രമേ കിട്ടുള്ളൂ. പിന്നെ കുറേ റോഡ് ഫ്ലഷും കിട്ടും. പിന്നെ വല്ലപ്പോഴും വലിയ അയണും ഒക്കെ കിട്ടിയാൽ സോംബിന്ന് അയൺ ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അത് വല്ലപ്പോഴേ കിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ ഉപകാരമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഞാൻ ഇത് ഇപ്പോഴും നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഇതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ, ഗൺ പൗഡർ കിട്ടും, റോട്ടർ ഫ്ലഷ് കിട്ടും. സ്കെൽട്ടനെ കൊന്നു കഴിഞ്ഞാൽ, സോഡ് കിട്ടിയല്ലോ. സ്കെൽട്ടനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ആരോസും ബോണും ഒക്കെ കിട്ടും. അപ്പോൾ പോരാത്തതിനകത്ത് ചില സമയത്ത് വിച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്, വിച്ചൊക്കെ സ്പോൺ ആവാൻ. അപ്പോൾ നമുക്ക് റെഡ് സ്റ്റോൺ ഡസ്റ്റ് കിട്ടും, ഗ്ലോ ഡസ്റ്റ് കിട്ടും, ചിലപ്പോൾ ഓരോ പോർഷൻസ് കിട്ടും. അങ്ങനെ പല ഉപകാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. ശരിക്കും ഇത് ഉണ്ടാക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് പാളി. ഞാൻ പേടിച്ചായിരുന്നു വർക്കാവില്ലേ എന്ന്. കാരണം കുറച്ചുകൂടി മേളിലോട്ട് ആക്കണമായിരുന്നു ഞാൻ. പക്ഷെ അത് മറന്നുപോയി. ഞാൻ ഇവിടെ ഇട്ട് വെച്ച്. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ ഇടയിൽ ഹോപ്പറും കൂടെ വെക്കണം, ഈ ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്ന് ചെയ്യട്ടെ. എവിടെ നമ്മുടെ ഇത്? ഓക്കെ, ഇതായിട്ട് ഇത് ഇവിടെ അങ്ങ് വെക്കാം. എന്നിട്ട് നമ്മുടെ ഇതെടുക്കുക, ഇവിടെ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ. ഇനി ഇതിൽ വരണാക്കി ഈ നമുക്ക് ഇതിനകത്തുനിന്ന് ഇങ്ങനെ ബോണും ഇതൊന്നും മാത്രമല്ല, അപ്പോൾ കുറേ സ്റ്റാക്ക് കണക്കിന് നമുക്ക് ആരോസ് കിട്ടും ഇത് നല്ലോണം വർക്കായി കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഗൺ പൗഡർ കിട്ടും, റെഡ് സ്റ്റോൺ ഡസ്റ്റ് കിട്ടും, അങ്ങനെ പല ഉപകാരമുണ്ട്. ക്രീപ്പർ വരും, അപ്പോൾ നമുക്ക് ഗൺ പൗഡർ കിട്ടും, സ്ട്രിങ് കിട്ടും, ബോയ് ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും എഫിഷ്യൻ്റ് ആണിത്. നല്ലോണം വർക്കായ നല്ല എഫിഷ്യൻ്റായി വർക്കായിക്കോളും. ഇതിപ്പോൾ ഞാൻ കുറച്ചായിട്ടുള്ള ഉണ്ടാക്കിയിട്ട്. ഞാൻ പിന്നെ ഇതിനകത്ത് അങ്ങനെ കയറിയില്ല. ഞാൻ എന്നാൽ ഇവിടെ ഒരു AFK സ്ഥലം ഉണ്ടാക്കാം, റൂം ഉണ്ടാക്കാം. കുറച്ചുകൂടി മേളിലോട്ടായിട്ട് ഹൈറ്റിലോട്ട് കയറ്റി വെച്ചായിരുന്നെങ്കിൽ നല്ലോണം വർക്ക് ആവുമായിരുന്നു. ഇത് ഞാൻ മറന്നുപോയി, അതാ പ്രശ്നം പറ്റിയത്. സാരമില്ല, എന്നാലും വർക്കാവുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ AFK റൂം. ഇവിടെ ആകുമ്പോൾ ഫാൻറ്റംസ് ഒന്നും വരില്ല. ഇവിടെ ഇതും വെച്ചേക്കാം. ഇവിടെ വെക്കാം. എന്നിട്ടൊരു വേണമെങ്കിൽ ഡോറ് വെക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ വെക്കാം. ഞാൻ ഡോറ് വെക്കാം, അപ്പോൾ കറക്റ്റ് ആയിക്കോളും. ഡോറുണ്ടാക്കാനുള്ള ഇതില്ല. രാത്രി ആയല്ലോ. ഇവിടെ ബെഡ് ഉണ്ടല്ലോ, ഞാൻ വെച്ചിട്ടില്ല. ഇപ്പോൾ ഇതാണ് നമ്മുടെ മോബ് ഫാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്രേഡിംഗ് ഹാൾ അവിടെ ഓൾറെഡി ഉണ്ടല്ലോ, അതൊന്ന് ശരിയാക്കണം. അത് ഇച്ചിരി സ്ലോ ആയിട്ടാണ് അതിൻ്റെ പരിപാടി നടക്കണേ. അതേ ഉള്ളൊരു പ്രശ്നം. അപ്പോൾ നമ്മളിനി പെട്ടെന്ന് വീഡിയോ ഇടുന്നതായിരിക്കും. ഇനി ഇതേപോലെ വൈകില്ല എന്ന് വിചാരിക്കുന്നു. വൈകില്ല,
വിചാരിക്കല്ല, ഇനി വൈകില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്നാൽ കുറച്ച് നേരം AFK നിന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ AFK പോകാം. അപ്പോൾ നമ്മൾ കുറേ നേരം AFK നിന്നു. അപ്പോൾ ഇത്രയും പേര് വന്നിട്ടുണ്ട്. കുറേ സ്പീൻ കിട്ടും പെട്ടെന്ന്. ചിക്കൻ ജോക്കി ഉണ്ടായിരുന്നു അതിൽ, കുറേ പേരെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇപ്പം തന്നെ കണ്ടോ ഒറ്റയടിക്ക് ഇതാ കണ്ടോ, പെട്ടെന്ന് വരുന്നുണ്ട്. നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്കിംഗ്. കണ്ടോ 22 ഗൺ പൗഡർ ഇപ്പം തന്നെ കിട്ടി. കുറേ സംഭവം കിട്ടി. കണ്ടോ 10 ആരോസ്. കണ്ടോ പിന്നെയും വീഴുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ നമുക്ക് കണ്ടോ, അപ്പോൾ ഇത് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്കാവും. നമ്മളിങ്ങനെ കുറച്ച് നേരം ഇവിടെ കണ്ടോ, അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് പിന്നെയും വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഇവരുടെ തന്നെ കണ്ടോ ബോ കിട്ടി, കുറച്ച് ആരോസ് കിട്ടി, പിന്നെ ഇതേപോലെ ചെറിയ ആർമർ കിട്ടും. അത് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ചിലപ്പോൾ സ്മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ യൂസിനൊക്കെ നല്ല ഇതാണ്. പിന്നെ ഈ റോട്ടൺ ഫ്ലഷ് തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, നമ്മുടെ മറ്റേ ഫാമിൽ നിന്ന്. അപ്പോൾ അത് നമുക്ക് മറ്റേ ഈ വില്ലേജറിന് കൊടുക്കാമല്ലോ. മറ്റേ അവൻ്റെ പേരെന്തെന്ന്, പുള്ളിൻ്റെ പേര് മറന്നു, ബ്രൂ സ്റ്റാൻഡ് വെച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ശരിക്കും. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കണ വീഡിയോ എടുത്തായിരുന്നു, ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇത്. പക്ഷെ അതൊരു പകുതി ആയപ്പോഴത്തേക്കും പിന്നെ ഇതായി. പിന്നെ ഞാൻ കുറച്ച് ഇവിടെ ചെയ്തായിരുന്നു കേട്ടോ. അതൊക്കെ പണിയുന്നതും ഒക്കെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. പക്ഷെ ഇടാൻ പറ്റില്ല, അപ്പോഴത്തേക്കും PC-ക്ക് ചെറിയ പ്രോബ്ലം വന്ന്. അപ്പോൾ ഇപ്രാവശ്യം ഇത്ര ചെറിയ വീഡിയോ ആണ് ഇടുന്നത്, കാരണം ഞാനിപ്പോൾ നിങ്ങളിതൊന്ന് കാണിക്കാനും അറിയിക്കാനും വേണ്ടി എടുത്തതാണ്. ഞാനിനി അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ച് ചിലപ്പോൾ നമ്മൾ ആ വില്ലേജസിനൊക്കെ അകത്ത് ആക്കിയിട്ട് ഒരു 2 റോ എങ്കിലും, നമ്മൾ 2 റോ ഉണ്ടാക്കി, അതിൽ 2 റോ എങ്കിലും നമ്മൾ എന്താ പറയുക ചെയ്തിട്ടാണ് ഞാൻ വരിക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും ബൈ ബൈ, സീ യു.